കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മളിന്ന് +2-നോടൊപ്പം തന്നെ എൻട്രൻസ് നമുക്ക് സാധിക്കുമോ എന്നുള്ളൊരു ചെറിയൊരു ഡിബേറ്റ് പോലെ ഞാൻ മാത്രം സംസാരിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്യാം. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ +2-ലോട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർ മീൻസ് +1 കഴിഞ്ഞവർ വീടുകളിലെ ഏറ്റവും വലിയൊരു സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പ്രത്യേകിച്ച് സയൻസ് സ്റ്റുഡൻസാണ് കൂടുതലും സംസാരിക്കുന്നത്. നമുക്ക് എൻട്രൻസിന് പോയാൽ എന്താ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മളുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യം ഇപ്പോഴത്തെ നമ്മൾ ഈ 2 മാസത്തെ ഈ ഇടവേള മീൻസ് നമുക്ക് ലീവാണ്, വീട്ടിലൊക്കെ ഇരിക്കുകയാണ്, ചുമ്മാതിരിക്കുകയാണ്. കറക്റ്റ് അല്ലേ? ചുമ്മാതിരിക്കുകയാണ്. ഈ സമയത്തൊന്ന് എൻട്രൻസ് പഠിച്ചു തുടങ്ങിയാൽ നല്ലതായിരിക്കുമല്ലോ, നമുക്ക് കുറേ പഠിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഒരു പോസിറ്റീവോ നെഗറ്റീവോ എന്തോ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണെന്നുള്ളത് മാത്രം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ എൻട്രൻസ് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അത്ര എളുപ്പമല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ ഇത് നേടിയെടുക്കുന്നവരുണ്ടാവാം, പക്ഷേ നമ്മളൊരു പെർസെൻറ്റേജ് കണക്കിലോ അല്ലെങ്കിൽ ഇത്ര പേര് ജോയിൻ ചെയ്തു, ഇപ്പോൾ ഒരു +2-നോടൊപ്പം തന്നെ എൻട്രൻസ് പഠിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് പറ്റും എന്നൊക്കെ ഉള്ളതൊന്ന് എളുപ്പമൊന്ന് പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്കൂൾ ഗോയിങ് ആയിട്ടുള്ളൊരു കുട്ടി ഇപ്പോൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു, +2 ഇപ്പോൾ ജൂൺ തുടങ്ങുമ്പോൾ സ്കൂളിൽ പോകുന്നു. അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ വേറൊരു എൻട്രൻസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. അവരുടെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു റിസ്ക് തന്നെയായിരിക്കും ഇത് കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ. ഈ 2 മാസത്തെ ഇടവേള കൊണ്ട് ഇത് തീരില്ല. എന്തായാലും എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷമേ ഉള്ളൂ നമുക്കിനി എഴുതാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതിന് മുമ്പായിട്ടൊരു NDA എക്സാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് പോകുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ ഈ 2-3 മാസത്തെ ഇടവേള മീൻസ് ഫ്രീ എന്ന് തോന്നുന്നത് നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതോറും വളരെ വളരെ ദുഷ്കരമാവും. എന്തായാലും അതിനെയൊക്കെ കവർ ചെയ്യുന്നവരുണ്ട്, ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്. ഞാനൊരു ഏറിയ കുട്ടികളുടെയും കാര്യമാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് വരച്ചാൽ തന്നെ, ഇപ്പോൾ നമ്മളൊരു ഹിസ്റ്റോഗ്രാം പോലുള്ളതാണ് കേട്ടോ, ഇത് ഹിസ്റ്റോഗ്രാമാണ്. ഇപ്പോൾ നമ്മുടെ ഏപ്രിൽ മാസമാണ്, ഇത് ഏപ്രിലാണ് കേട്ടോ. ഏപ്രിൽ മാസം നമ്മൾ ഒത്തിരി പേര് നമ്മൾ എൻട്രൻസിന് ജോയിൻ ചെയ്തവരാണ്. +2-ൽ ഒത്തിരി പേരുണ്ടായിരുന്നു, ഒരു എൻട്രൻസിന് ജോയിൻ ചെയ്തവരാണ്. ഒരു 1000 പേരെന്ന് വെച്ചു. ഓക്കെ, 1000 പേര് നമ്മൾ ഏപ്രിലിൽ നമ്മൾ ജോയിൻ ചെയ്തു. എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്, എൻട്രൻസ് അവർ തന്നെ പഠിപ്പിക്കുന്നത്. ഞാൻ അവരെ ഇതിൻ്റെ അകത്ത് കൂട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എൻട്രൻസുകാർ തന്നെ +2 പഠിപ്പിക്കുന്നു, എൻട്രൻസും പഠിപ്പിക്കുന്നു, അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു. അതിന് മനസ്സുള്ളവരുടെ എണ്ണം ഇത്തിരി കുറവ്, അത്ര എളുപ്പമല്ല. വീട്ടുകാരുടെയൊക്കെ മാറി നിന്ന് പഠിക്കുക, അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലെന്നല്ല. ഞാൻ അവരെ ഇതിൻ്റെ അകത്ത് കണക്ക് കൂട്ടുന്നില്ല. അല്ലാത്ത കുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു 1000 പേര് ജോയിൻ ചെയ്തു ഏപ്രിലിൽ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏപ്രിലും മെയ് ഒക്കെ ഓക്കെ. അപ്പോൾ മെയ് ആകുമ്പോഴും ഇത് അതേപോലെ തന്നെ തുടരും. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, എന്നാലും നേരിയ വ്യത്യാസം ഉണ്ടായേക്കാം, കുറയാം. കാരണം ഈ 2 മാസം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട്, പഠിക്കാൻ തോന്നും, പഠിക്കാൻ പറ്റും. ബട്ട് നമുക്ക് അങ്ങോട്ട് സ്കൂളിലോട്ട് ജോയിൻ ചെയ്താൽ, ഇത് എൻട്രൻസ് വേറെ സ്ഥാപനം, സ്കൂൾ വേറെ സ്ഥാപനം. നമ്മൾ കൂടുതലും സ്കൂളുമായിട്ട് അങ്ങോട്ട് പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരണം, എഴുതാനുള്ളത് അങ്ങനെ പോകുമ്പോൾ നമുക്ക് മെയ് കഴിഞ്ഞിട്ട് ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഈ ജൂണ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലേ? പിന്നെ അങ്ങോട്ട് ജനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച്, അതുകൊണ്ട് തീരും അല്ലേ? നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും തോറും ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ, ജോലികൾ, വർക്കുകൾ, പഠിക്കാനുള്ളത് സ്കൂളുകളിൽ കൂടും. പ്രഷറൈസ് ചെയ്യും സ്കൂളിൽ നിന്നുള്ള കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആരെ ഡ്രോപ്പ് ചെയ്യും? എൻട്രൻസിൻ്റെ ക്ലാസ്സുകൾ പഠിക്കുന്നത് ഉറപ്പായിട്ടും ഡ്രോപ്പ് ചെയ്യും. അത് വളരെ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായി നമ്മൾ സംഭവിക്കുന്നതാണ് കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സൈഡ് കൂടുമ്പോൾ മറ്റൊന്നിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും തോറും എന്തായാലും നിങ്ങൾ എൻട്രൻസ് പഠിക്കുന്നവരുടെ എണ്ണം കുറയുമെന്നാണ് പറഞ്ഞത്, അല്ലാതെ മുഴുവൻ പേരും എൻട്രൻസ് നിർത്തും എന്നല്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, കഴിവുള്ളവർ ഒത്തിരി മീൻസ് പഠിക്കാൻ കഴിവെന്നുള്ളത് മാത്രമല്ല, ഇതിനെ രണ്ടുകൂടെ കൊണ്ട് നടക്കാനുള്ള മാനസികമായിട്ടുള്ളൊരു കഴിവ് അതുള്ളവരുണ്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരു റേഷ്യോ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ജൂൺ ആകുമ്പോൾ എന്തായാലും സ്കൂളിലോട്ടൊക്കെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് പിള്ളേരുടെ എണ്ണം ഉറപ്പായിട്ടും കുറഞ്ഞിരിക്കും.
എൻട്രൻസ് പഠിക്കുന്നവരുടെ എണ്ണം എന്തായാലും ഒന്ന് കുറയും. ഇതിങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരും നമ്മുടെ ഗ്രാഫ് ഒരു സെപ്റ്റംബർ എത്തുമ്പോൾ നിങ്ങളൊരു പീക്ക് പോയിന്റിലെത്തും. ഫസ്റ്റ് നിങ്ങളുടെ ഓൺ എക്സാമിൻ്റെ മാർക്കും കാര്യങ്ങളും ഒക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറയും. ഏകദേശം എനിക്ക് തോന്നുന്നു സെപ്റ്റംബറൊക്കെ എത്തുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറയും, ഏകദേശം ഒരു പകുതിയിലെത്തിപ്പിരിക്കും. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് വെച്ച് ഇപ്പോൾ തന്നെ ഒരു കാര്യം പറയാം. നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ തന്നെ ചെറിയ ഫീസിലൊക്കെ ജോയിൻ ചെയ്താൽ അതൊരു നഷ്ടമാവില്ല. ഓക്കെ, വലിയ ഫീസ് കൊടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു മണി ലോസിനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയ ഫീസിനൊക്കെ ജോയിൻ ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ള മൃതില്ല, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പറ്റുമ്പോൾ നോക്കിയാൽ മതി. പക്ഷെ വലിയൊരു ഫീസിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ സ്കൂളിലേക്ക് വർക്കുകൾ കൂടുമ്പോൾ അവനെ നമുക്ക് കളയാനും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് പഠിക്കാൻ ചിലപ്പോൾ പറ്റിയെന്നും വരത്തില്ല, മാനസികമായിട്ടുള്ളൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ അതൊഴിവാക്കാൻ നിങ്ങളൊരു ചെറിയ ഫീസിനൊക്കെ ഉള്ളിടത്ത് ജോയിൻ ചെയ്താൽ വലിയ തട്ടുകേടില്ലാതെ നമുക്കിത് മുന്നോട്ട് പോകാനൊക്കെ പറ്റും. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മതി എന്നുള്ളത്, അത്രയ്ക്ക് ഇത്ര ക്യാഷ് അല്ലേ ഉള്ളൂ എന്നൊരു മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇതിപ്പോൾ ഒക്ടോബർ നവംബർ അങ്ങോട്ട് ഇവിടം തൊട്ടൊക്കെ അങ്ങോട്ട് പ്രാക്ടിക്കൽ എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ മനസ്സിലോട്ട് കയറി വരിക. ഈ പ്രാക്ടിക്കലൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാവും. 4 പ്രാക്ടിക്കൽസ് ഉണ്ടോ ഇപ്പോൾ എല്ലാവർക്കും? സയൻസ് കുട്ടികൾക്കെല്ലാം 4 പ്രാക്ടിക്കലുണ്ട്. മാത്സ് ഉണ്ട് കേട്ടോ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. മറ്റവർക്ക് കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും, ബയോളജിക്ക് വരെ അവർക്കും ഉണ്ട്. കമ്പ്യൂട്ടർ എഴുതാനുണ്ട്, പിടിക്കാനുണ്ട്. ഇതൊക്കെ കുത്തി ഇരുന്ന് രാത്രി 2 മണി വരെ ഇരുന്നൊക്കെ ഒത്തിരി എഴുതും. തീർക്കണ്ടായി. പിറ്റേ ദിവസം ചെല്ലുമ്പോൾ പല ടീച്ചേഴ്സും പല രീതിയിൽ കൂടെ, ചില ടീച്ചർ തല്ല് പൊട്ടിക്കും, ചിലപ്പോൾ ക്ലാസ്സിന് ഇറക്കി വിടുക, അങ്ങനെയൊക്കെയുള്ള പല രീതികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ഈ എൻട്രൻസ് എന്ന് പറയുന്നവനെ എന്ത് ചെയ്യും? പതുക്കെ വീട്ടുകാർ ശ്രദ്ധിക്കുന്നത്. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക സ്കൂളിലെ, അന്നേരം എടുത്ത് എൻട്രൻസ് പഠിയടാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ അവരവർ തന്നെ തീരുമാനിക്കേണ്ട, പഠിക്കുന്ന ആളാണ് ഇത് മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാൻ എത്ര പേർക്ക് പറ്റും എന്ന് ചോദിച്ചാൽ വളരെ കുറച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമൊന്നും നോക്കിക്കൊണ്ട് ഈ മാസങ്ങളിലൊന്നും നോക്കണ്ട. ഇവിടെയൊക്കെ വളരെ ഫുൾ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും. ഓക്കെ, ഇവിടെയൊക്കെ നല്ല തകർത്ത് പഠിപ്പീരായിരിക്കും. ഒക്ടോബർ നവംബർ എന്നൊക്കെ പറയാം, സ്കൂളുകളിലെ ഏറ്റവും ഭയങ്കര പഠിപ്പീര് നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിനോ നിങ്ങൾക്ക് ഇത്തിരി സമയം പോലും എൻട്രൻസിൽ ജോയിൻ ചെയ്തവരുടെ കാര്യമാണ് പറയുന്നത്. കാരണം അവരെ പഠിക്കാനായി എന്നുള്ള രീതി കൂടെ. അപ്പോൾ ഇത്തിരി പഠിക്കാനുണ്ട് ഇവിടെ. ആ സമയത്ത് എൻട്രൻസിനെയും കൂടെ കൊണ്ടുപോകാൻ അത്ര ഈസി അല്ല. അന്നേരത്തേക്ക് ഏകദേശം നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് വളരെ കുറയും. ഏകദേശം ഒരു 250 ആൾക്കാരിലെത്തും. 1000 തുടങ്ങിയാൽ 750 പേരുടെയും ക്യാഷ് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം, ഫുൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, വലിയ എമൗണ്ടിനല്ലെങ്കിൽ ഒരു നഷ്ടമല്ലത്. ഓക്കെ, ചെറിയ എമൗണ്ടിലാണെങ്കിൽ ഓക്കെ. നെക്സ്റ്റ് ഡിസംബറൊക്കെ ആകുമ്പോൾ നമ്മുടെ എക്സാം എത്തും. അതുകൊണ്ട് കഴിയുമ്പോൾ നിങ്ങൾ 3rd ക്വാർട്ടർ മീൻസ് നമ്മുടെ പബ്ലിക് എക്സാമിനുള്ള പ്രാക്ടീസായി. പിന്നെ അങ്ങോട്ട് ജനുവരി ആകുമ്പോൾ അറിയാമല്ലോ, പരിപാടി തുടങ്ങി. എന്ത് പരിപാടി തുടങ്ങി? പ്രാക്ടിക്കൽ എക്സാം തുടങ്ങും. മോഡൽ അതിൻ്റെ മെയിൻ. ഇപ്പോൾ നമുക്ക് നേരത്തെയൊക്കെയാണ് പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങോട്ട് ഈ ഫെബ്രുവരി മാസങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാംസുകളുടെ, എൻട്രൻസിൻ്റെ അല്ല, സ്കൂളിലെ എക്സാമിൻ്റെ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് എവിടെ വെച്ച് എൻട്രൻസ് എങ്ങനെ പഠിക്കാൻ പറ്റും? അപ്പോൾ ജോയിൻ ചെയ്യുന്ന ഈസിനെസ് പഠിക്കാനുണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. ഒരു കാര്യത്തിന് തുടങ്ങാൻ എളുപ്പമാണ്, എക്സിക്യൂഷൻ ടൈം വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കതിനെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. ഒരു സൈക്കിൾ വാങ്ങാം നല്ല പുതുതായിട്ട്, പക്ഷെ 1 വർഷം കഴിഞ്ഞിട്ട് ആ സൈക്കിൾ അതേപോലെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പണിയാണ്. വാങ്ങാൻ പോയതിന് അത്ര ഈസിയൊന്നുമല്ല. 1 വർഷം കഴിഞ്ഞിട്ട് ഒരു സൈക്കിള് മോശമില്ലാതെ നല്ല വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കി നല്ലതായിട്ട് ഇരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അതേപോലെ ഉള്ളതും നമുക്കൊരു എൻട്രൻസ് പഠിക്കാം എവിടെയും. ഞാനും പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒത്തിരി കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു സത്യമായിട്ടുള്ള കാര്യമേ ഉള്ളൂ. അതിൽ കഴിഞ്ഞ് ഇതിനെക്കുറിച്ചൊന്നും നോക്കണ്ട. എൻ്റെ മനസ്സിലുള്ളത് അതൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തീരുമാനിക്കാം, അഭിപ്രായം നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നതിന് എതിരാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്തോളാം. എൻ്റെ മനസ്സിലുള്ള കാര്യം, ഞാനൊരു പേരൻ്റാണ്, അപ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ആർക്കും ഇതൊരു നെഗറ്റീവ് ആകാൻ വേണ്ടിയോ ആരെയും ഒന്നും പറയാൻ വേണ്ടിയല്ല, കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. ഒത്തിരി കുട്ടികളുടെ പേരൻസ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ഇതിനുള്ളിൽ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നിയ അഭിപ്രായങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും എത്തുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ എണ്ണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറഞ്ഞ് ചിലപ്പോൾ അങ്ങ് കുറഞ്ഞ് ഒരു ഏകദേശം ഒരു 100 പേരിലൊക്കെ എത്താം. എന്ന് പറഞ്ഞാൽ 1000 തുടങ്ങി 100-ലായിരിക്കും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം, മീൻസ് 10%. അപ്പോൾ 90% ഇതിനകത്ത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ്.
അപ്പം നമുക്ക് ആ 10% ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയില്ല. പക്ഷെ അപ്പോൾ അവർ ഒന്നുകൂടെ ഒന്ന് റീതിങ്ക് ചെയ്യണം ഇതിന് ജോയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട്. ഇപ്പോഴത്തെ ഒരു രസം നോക്കിയോ ഇപ്പോഴത്തെ സമയം നോക്കിയോ ഒന്ന് നമ്മൾ ജോയിൻ ചെയ്ത് വലിയൊരു എമൗണ്ട് ജോയിൻ ചെയ്താൽ ചിലപ്പോൾ അതൊരു നഷ്ടം, മീൻസ് ലോസ് ഓഫ് മണി ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുമാത്രം ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് ഇനിയും തീരുമാനിക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ നിങ്ങൾ ഇതിന് പോകാവുള്ളൂ എന്നുള്ളത് മാത്രം പറഞ്ഞു തന്നുള്ളൂ. പോകണ്ടെന്നല്ല, പോകണമെന്ന് ആഗ്രഹമുള്ളവരും പഠിക്കുമെന്ന് ആഗ്രഹമുള്ളവരും മീൻസ് ഉറപ്പിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ പോകാം, നിങ്ങൾക്ക് കംപ്ലീറ്റും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. എന്തായാലും നമുക്കിത് ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും വേണമെങ്കിൽ കുറച്ച് സമയമുണ്ട്, അല്ലെങ്കിൽ ഒരു വർഷം എടുത്തേക്കണം അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ. ഓക്കെ, കാരണം എൻട്രൻസ് എന്നുള്ള ഒരു ഈസി എക്സാം അല്ല എന്നുള്ള സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒരു +2വിനോടൊപ്പം അതിൻ്റെ ഈസി അല്ല ഇത്, അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഗ്രാഫ് എന്നേ ഉള്ളൂ, നിങ്ങൾക്കത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക, നല്ല രീതിയിലുള്ള മാർക്ക് വാങ്ങുക. +2 ആണ് നമ്മുടെ ഏറ്റവും മുന്നോട്ടുള്ള എന്തിനും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.